റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലെ അധ്യാപക നിയമനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി പരാതി. പൊതുപ്രവർത്തകനായ ജോർജ് ജോസഫ് ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരീക്ഷ നടന്ന 2 വർഷം പിന്നിട്ടിട്ടും പലതരം ന്യായങ്ങൾ പറയുന്നതല്ലാതെ ഫലം പുറത്തുവിടുന്നില്ല. ഇഷ്ടക്കാരെ തിരികെ കയറ്റാനാണ് ശ്രമമെന്നും ആരോപണം. 2024 ഫെബ്രുവരി 27 ഇല പുറപ്പെടുവിച്ച ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അവിടുത്തെ ഒരു ലെക്ചർ പോസ്റ്റിന് വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് അപേക്ഷ അയച്ചു. 2024 ഏപ്രിൽ 24 അതിന് ടെസ്റ്റ് നടത്തി. പക്ഷേ ഇതുവരെ റിസൾട്ട് പുറത്തു വന്നിട്ടില്ല. അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ ചില താല്പര്യങ്ങളുടെ പേരിൽ അത് തിരിമറി നടത്താനുള്ള ശ്രമം നടക്കുന്നു എന്നാണ്. അറിഞ്ഞിടത്തോളം ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥയുടെ സുഹൃത്തായ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് സാധ്യത തേടുന്നത് എന്നാണ് കേൾക്കുന്നത്. കാലതാമസം എടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നത് ദുരൂഹമാണ്. ശരി, അഖിൽ കെ വിവരങ്ങൾ നൽകും. അഖിൽ, അപ്പോൾ ദുരൂഹത ആരോപിക്കുന്നുണ്ട്, ഒത്തുകളി ആരോപിക്കുന്നുണ്ട്. എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? ഷിയാസെ, ദുരൂഹത ആരോപിക്കുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം 2024 ഏപ്രിൽ ഇതിന്റെ ടെസ്റ്റ് നടത്തിയതാണ്. അതിനുശേഷം പക്ഷേ ഈ റിസൾട്ട് 2 വർഷത്തിലധികമായ ഒരു ലെക്ചർ, അതായത് ഒരു ലെക്ചർ പോസ്റ്റിലേക്കുള്ള ഒരു നിയമനമത്തെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു നടത്തിയത്. പക്ഷേ അതിൻ്റെ അടക്കം കഴിഞ്ഞിട്ടും അതിൽ അവസാന ഷോർട്ട് ലിസ്റ്റ്, അതായത് 10 പേരുടെ ഷോർട്ട് ലിസ്റ്റ് അടക്കം തീരുമാനിച്ചാണ്. പക്ഷേ ഇതിന്റെ റിസൾട്ട് ആർക്കാണ് ഈ ജോലി ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആര് ജോലി ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോഴും ആവാതെ 2 വർഷത്തോളമായി എന്ന് പറയുന്ന ആദ്യഘട്ടത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞു, പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞു, ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം, അതിന്റെ വിജ്ഞാപനം വന്നു, അല്ലെങ്കിൽ അതിന്റെ പുതിയ സർക്കാർ വരുന്നതിന്റെ കാലതാമസം, അങ്ങനെ പല മുട്ടുന്യായങ്ങളാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ ചോദിക്കുമ്പോൾ അവർക്ക് നൽകിയുള്ള മറുപടി എന്നത്. കൃത്യമായ മറുപടി പോലും ആ കിലയുടെ ഭാഗത്തൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ 2 വർഷത്തെ കാലതാമസം എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത പോലും ഇവർക്ക് വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് 10 പേരുടെ ഷോർട്ട് ലിസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല, അതിലൊരാളെ നിയമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്കുള്ള ലെക്ചറെയാണ് ഈ വിഷയത്തിൽ ഇവിടെ തീരുമാനം. എന്തായാലും വിഷയത്തിൽ ഒരു ഗവർണർക്ക് തന്നെ ഈ വിഷയത്തിൽ ഒരു പരാതി നൽകിയിരിക്കുകയാണ് പൊതുപ്രവർത്തകൻ. എന്തായാലും അദ്ദേഹത്തിന്റെ പരാതി ഗവർണർക്ക് ഇത്തരത്തിലാണ്. അതായത് ഈ ഒരു വിഷയത്തിൽ ദുരൂഹതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ 2 വർഷത്തെ കാലത്തോളം ഇത്തരത്തിൽ നിയമനം നടക്കാതെ വരുന്നത്, 2 വർഷത്തെ എന്ത് കാലതാമസം എന്തുകൊണ്ട് വന്നു, അടിയന്തരമായ വിഷയത്തിൽ ഇടപെടൽ വേണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഗവർണർക്ക് ഒരു പരാതി കൂടി നൽകിയിരിക്കുന്നത്. ശരി, അഖിൽ കെ ആണ് വിവരങ്ങൾ നൽകിയത്.